ഒരു മനുഷ്യനവിടെ പുറത്ത് കാണില്ല. ഐ കെയിം ടു സീ യുവർ വില്ലേജ്. മുന്തിരിയാണ് ഈ കാണുന്നുണ്ടോ, ചെറിയ ചെറിയ മുന്തിരി ഉണ്ടോ? യാ ഓക്കെ ഓക്കെ. അയാൾ കാണിച്ചു തരുന്നുണ്ടോ? ദർവേഷികളുടെ ഭക്ഷണം ഇങ്ങനെയൊക്കെ തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബുഖാറയിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട മസാർ സിയാറത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ അങ്ങനെ കാണുമ്പോൾ ഒരു ഉള്ളിലോട്ട് റോഡുണ്ട്. ഇത് കണ്ടോ, ഈ റോഡിലൂടെ കുറച്ചൊന്ന് നടന്നു നോക്കാം എന്ന് വിചാരിച്ച്. ഇവിടുത്തെ ഉൾക്കാഴ്ചകളിലേക്കൊന്ന് ഇറങ്ങാലോ. നല്ല വെയിലുണ്ട്, എന്നാലും നോക്കാം. ഇതൊക്കെ ബെറികളാണ്, മൾബെറികൾ കണ്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ. ഇത് നമ്മൾ രാവിലെ കഴിച്ച ആപ്പിളില്ലേ, അതാണ് അതിൻ്റെ മരം. വലിയതായതാണ് ഈ മരം. ഇവിടെ പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയ വീടുകളാണെങ്കിലും മതിൽ കെട്ടിയിട്ട് വാതിലടച്ചു വെക്കും. ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കാണില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പുറത്തേക്കുള്ള ടച്ച് ഉണ്ടാവില്ല, ഫുള്ള് ഉള്ളിലായിരിക്കും. ഇവിടെ ചാണകം ഒക്കെ മണക്കുന്നുണ്ട്. ഇത് കണ്ട ചാണകം ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു തരം പൂവാണത്. കണ്ടപ്പോൾ റോസാണെന്ന് തോന്നി, റോസല്ല. ഇത് അവിടെയൊക്കെ ഫലം കാഴ്ചക്കുന്നുണ്ടോ നോക്ക്. ആപ്പിളാണ്, ആപ്പിൾ. അടിയിലൊന്നുമില്ല, അടിയിലൊക്കെ പറിച്ചു വിടാ. ഇത് വേറൊരു ബെറിയാണ്, ഇവിടെ വാങ്ങാൻ കിട്ടും. നല്ല രസമാണ് ഇത് കഴിക്കാൻ. ഞാൻ ഇടയ്ക്ക് വാങ്ങി കഴിക്കലുണ്ട്. എങ്ങോട്ടാന്നില്ല, അങ്ങനെ പോയി നോക്കുക കുറച്ചൊക്കെ. ഇവിടെ ഈ റോഡ് ഇങ്ങോട്ടും തിരിയുന്നുണ്ട്, നേരെ പോകുന്ന റോഡും ഉണ്ട്. ഗ്രാമത്തിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. എന്നാലും ഇവിടെ ഇതൊക്കെ നല്ല വൃത്തിയിൽ, ചാലുകളൊക്കെ വെള്ളം പോകാനുള്ള സ്ഥലമൊക്കെ നല്ല വൃത്തിയിൽ വെക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവാണ്. അത് ഇവരൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്നാലും വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളും ഉണ്ടല്ലേ, പ്ലാസ്റ്റിക് ഉണ്ട്, എന്നാലും കുറവാണെന്ന് പറയാം. നമ്മുടെ നാട്ടിലേക്ക് അപേക്ഷിച്ച് എത്ര കുറവാണ്. നമ്മളെ ഈ കേരളം അങ്ങോട്ട് വിട്ടാൽ ഈ പാൻബ്രാഗും മറ്റേതും തിന്നിട്ട് ഇരപ്പാക്കി തുപ്പി ഇരപ്പാക്കുന്നതാണ്. ഇത് വേറെന്തോ ഒരു കായാണ് കേട്ടോ. അതൊക്കെ ഇതെന്ത് കായെന്നറിയില്ല, കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതുവരെ മാർക്കറ്റിൽ ഒരു സാധനം കണ്ടിട്ടില്ല കഴിക്കുന്നതായിട്ട്. ഈ റോഡ് ഇവിടെ അവസാനിച്ചു. ഞങ്ങോട്ട് റോഡില്ല. ഇനി ആ റോഡിലൂടെ ഒന്ന് പോയി നോക്കാം. ഇതും നമ്മൾ നേരത്തെ കണ്ട കായാണ്. മാങ്ങ പോലെ ഉണ്ടല്ലോ, മാങ്ങ അല്ല. മറ്റേ റോഡിലേക്ക് തിരിഞ്ഞിട്ടോ. പൊന്നു ഇത് കഴിച്ച് പറിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല ഒന്ന് ചോദിക്കാൻ. ഇതുണ്ടോ, ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നതാണ്. അടിയിൽ ചാടി കിടക്കുന്നേ. ഇതുണ്ടോ, ചാടി കിടക്കുന്ന അടിയിൽ. ഇതുണ്ടോ, ആരോടാ ചോദിക്കുക? ഇത് ഇവരുടെ സ്വന്തം പ്രോപ്പർട്ടി ആണോ ഇനിയിപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി? ഇത് പുറത്താണ് ഉണ്ടായിരിക്കണം, ഈ തോട്ടിലൊക്കെ ഉണ്ടായിരിക്കണം. എത്ര ശാന്തമാണ് നോക്ക്. ഇവിടെയൊക്കെ ഇത്രയും വീടുകൾ ഉണ്ടായിട്ട് ഒരു മനുഷ്യനെ പുറത്ത് കാണുന്നില്ല. എന്താലേ, അതിനൊക്കെ നമ്മുടെ നാടന്നെ ഉഷാർ കേട്ടോ. ആളും മനുഷ്യനുണ്ടാവും. ഇതൊരു മനുഷ്യനവിടെ പുറത്ത് കാണില്ല. മീൻസ് നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാർ മുറ്റത്ത് ഇറങ്ങുമല്ലോ, ഇവരെ മുറ്റത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് അവരുടെ മുറ്റം. എന്തോ വീടല്ല, അത് വീടാ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരുടെ മുറ്റം. അപ്പോൾ അതുകൊണ്ട് വലിയ മുറ്റത്തേക്ക് ഇറങ്ങിയാലും റോട്ടിലേക്ക് കാണൂല. അതുകൊണ്ടാണ് അങ്ങനെ. ഇത് ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ കായ്ച്ചു നിൽക്കുന്നത് എത്ര കാനുമാണ്. ഇനി ആ റോഡ് അങ്ങനെ പോവാണ്. ഇവിടെ എന്തോ ഒരു കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കാറ് കണ്ടോ, ഇവിടെ ഈ ഒരു പാലം കടന്ന് അപ്പുറത്തേക്ക് പോയി നോക്കും. ഇതിൽ വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ ചളിയായി നിൽക്കുന്നതാണ്. ഈ പാടത്ത് എന്തോ ഒരു കൃഷിയുണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ഒരു കൃഷിയാണ് കേട്ടോ. അത് കണ്ടോ, ഒരു കൃഷിയാണ്. എന്താ കൃഷിയാണെന്ന് മനസ്സിലാകുന്നില്ല. ചെറുതായിട്ട് വരുള്ളൂ. ഇതിന്മേൽ കായില്ല, ഇത് കായ്ക്കുന്നതല്ലേ. ഇതിന്മേൽ നിറയെ ആ ബെറി ഉണ്ട് കേട്ടോ. നോക്ക് എത്ര ആളുകൾ പറിക്കുന്നില്ലാവോ, എത്രയുള്ളത് നോക്ക്, ഇഷ്ടം പോലെ. കണ്ടോ, നല്ല രസമാണ് ഇത് കഴിക്കാൻ. ഒരു മധുര, ഒരു പുളിയാണ്. ഇത് വെള്ളം പോകുന്നതായിരിക്കും മിക്കവാറും, ശുദ്ധജലത്തിനുള്ളതായിരിക്കും. അങ്ങനെ പോകുന്നു. ഓരോ വില്ലേജിക്കും ചിലപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഒരാൾ സൈക്കിൾ ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ഒന്നും ബൈക്ക് കാണുന്നില്ല കേട്ടോ. നമ്മൾ കണ്ട ഇലക്ട്രിക് മോട്ടർ ഉണ്ടല്ലോ, അതാണ് വിരളായിട്ട് കാണുന്നത്. ബൈക്ക് കാണുന്നേ ഇല്ല. ഇതൊക്കെ അടിയിൽ ചാടി കടന്നു പോകണേ. ഇത് ഇത്ര ഉണ്ടായിട്ട് ചിലപ്പോൾ ആളുകൾക്ക് ആവശ്യം ഉണ്ടാവില്ല. മാർക്കറ്റിൽ ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഈ റോഡും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റേ റോഡുമായി കണക്ഷനാണെന്ന് തോന്നുന്നു. അല്ല, അതിലെങ്ങനെ പോകണ്ടോ. ഇവിടെ വേറെന്തോ ഒരു കൃഷിയുണ്ട്. ആ വെള്ളത്തിൻ്റെ പൈപ്പുണ്ടോ, ഇങ്ങനെ മുകളിൽ പോണ്. ഇവിടെ വേറെന്തോ ഒരു കൃഷിയുണ്ട്. ഇതിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ചളി വെള്ളമാണല്ലോ, നല്ല തെളിഞ്ഞ വെള്ളമല്ല. വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇത് കൃഷിയാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഈ പോത്തിനൊക്കെ തിന്നാൻ കൊടുക്കുന്ന പുല്ല് കൃഷി ആയാലില്ലേ, അങ്ങനത്തെ പുല്ലാണോ എന്നൊരു തോന്നൽ ഇല്ലാതില്ല. ഇങ്ങോട്ടൊക്കെ വെള്ളം ഒഴുകുന്നത്. ആ കമ്പിയിലൂടെ അങ്ങനെ പോവാണ്. ഓരോരോ ഗ്രാമം അല്ലേ. ഇതാ അവിടെ ഒരാൾ നിൽക്കണേ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് കന്നിനെ കാണുന്നത്. സാറ്റുറേഷൻ കൂടുതലുള്ള, കളർ കൂടുതലുള്ള ഉണ്ട് ഇവിടുത്തെ കന്നുകൾ. ഇവിടെ ആരും ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. ഇതിലൊക്കെ പോയാൽ പണി വാളും. ഇവിടുത്തെ ആളുകൾക്ക് ഇത് ശീലമായോണ്ടേ നമ്മളെ ആളുകൾ പോയാൽ തീരുമാനമാവും. ഇത് തോന്നുന്നു ഇങ്ങനെ കന്നുകൾക്ക് കൊടുക്കാനുള്ള ഇല ആയിരിക്കും ഇത് കൃഷി ചെയ്തിട്ടുണ്ടാവുക. പാലുൽപാദനത്തിനൊക്കെ വേണ്ടിയിട്ട് കന്നിനെ വളർത്തുന്നവരുണ്ടാവും. എയിലിപ്പോൾ ഞാൻ പോകണം, എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങോട്ട് അവിടെ ഒരു വീടുണ്ട്. അവിടെ ആരും, ഈ വീട്ടിലൊന്നും ആരുമില്ല. എന്താ അവരൊക്കെ ജോലിക്ക് പോയതാ അറിയില്ല. ഇനിവേ നമുക്ക് റിട്ടേൺ അടിക്കാം. നമുക്ക് ഇനി ആ റോഡിലൂടെ അങ്ങോട്ട് കുറച്ച് പോയി നോക്കാം. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് പോയി നോക്കാം. നമ്മളിതിലെങ്ങനെ വന്ന് ഇതിലെങ്ങനെ പോയത്, ഇനി ഇതിലെങ്ങനെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കാറൊക്കെ ഉള്ള വീടാണ്, അത്യാവശ്യം തിരക്കടില്ലാത്ത വീടാണ്. മനുഷ്യന്മാരില്ല എന്നുള്ളൂ പുറത്ത്. എന്ത് സ്ഥലമല്ലേ, ഒരു മനുഷ്യനെ കാണുന്നില്ല. ഇതൊക്കെ മണ്ണുകൊണ്ട് തേച്ചുണ്ടാക്കിയ ചുമരാണ് അല്ലേ. കണ്ടോ, മണ്ണാണ്, മണ്ണ് തേച്ചുണ്ടാക്കിയാണ്ടുള്ള ചുമരാണ്.
ഈ കാണുന്നത് മണ്ണുകൊണ്ട് തേച്ചുണ്ടാക്കിയതാണ്. ഈ റോഡ് ഇനി കുറച്ച് അങ്ങനെ പോയിട്ട് അവിടെ അവസാനിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ നിന്നൊരു മനുഷ്യൻ ഇല്ല പുറത്ത്. ഇത് കുറച്ച് മഞ്ഞ കായാണല്ലോ, നല്ല വലുപ്പമുള്ള മരമാണ്. കണ്ടോ ഇതിൻ്റെ മുകളിൽ മഞ്ഞ കായ. എന്താ ഇത് ആപ്പിളിൻ്റെ ആ സാധനമല്ല, ഇത് വേറെ സാധനമാണ്. ഇതിൻ്റെ പേരെന്താ അറിയണമല്ലോ എന്ന് കമൻറ്റ് ചെയ്യ്. അല്ലോ നമ്മളെവിടെ എത്തി. നമ്മൾ നേരത്തെ ആ ഷീറ്റ് ഇട്ടതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇതൊക്കെ ഉള്ളിൽ നിന്നൊക്കെ മനുഷ്യന്മാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, പുറത്തേക്കൊന്നുമില്ല. ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ, അത് കണ്ടോ എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. നല്ല മധുരം കേട്ടോ അത്. സൂപ്പർ. അസ്സലാമു അലൈക്കും. ഹിന്ദുസ്ഥാൻ. ഉസ്ബെക്ക് നാ English? I came to see your village. Siz ajoib. Rahmat. Can I see inside of sorry. ഓ ശുക്രൻ റഹ്മത്ത്. എനിക്കൊരു വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരുമോ ചോദിച്ചപ്പോഴേ വിളിച്ചുകൊണ്ടുപോകണേ. ഓക്കെ പശുവിനെ കാണിച്ചു തരാം. ശുക്രാൻ. ഇയാളെ വീടാൻ തോന്നുന്നു കേട്ടോ. നല്ല മധുരമാണത്, എന്തോ ഒരു രസമെന്നോ എൻ്റെ പൊന്നോ. ഇയാളെ വീടാൻ തോന്നുന്നു കേട്ടോ. എന്ത് നല്ല മനുഷ്യനാലേ, എന്നെ അറിയും കൂടിയില്ല. ഇത് മുന്തിരിയാണ്. ഗ്രേറ്റ്. ഓക്കെ മുന്തിരിയാണ് ഈ കാണുന്നത് കേട്ടോ. ചെറിയ മുന്തിരിയുണ്ടോ. ഓ സൂപ്പർ റഹ്മത്ത്. എന്താലേ മുന്തിരിയാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. ഓ മാഷാ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഇവരുടെ വീടിൻ്റെ ഉൾഭാഗമാണ് ഒരു ഏരിയ. ഷോയ്. ഓക്കെ ശുക്രാൻ. ഇവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓരോരോ നാട് ഓരോരോ മനുഷ്യന്മാർ. റഹ്മത്ത് അൽഹംദുലില്ലാ. ബുഖാറ ഹോസ്റ്റൽ. ഇവിടെ ആരൊക്കെ ഉണ്ടോ ചോട്ടെ. ഫോർ. ഓക്കെ 4 കുട്ടികളുണ്ട് ഇയാൾക്ക്. ഓ ബുഖാറ. ആർ ദേ നോട്ട്. ഓ ഹേ. ഓക്കെ ശുക്രാൻ റഹ്മത്ത്. No. आपको दी some? Do you eat? Okay. What you have? Oh, okay. Give. Yeah. Salman sormila. No. Now. I will eat now. അയാളെ അത് തരാൻ വേണ്ടി ഒരു കവർ എടുക്കാൻ വേണ്ടി പോവാണേ. എന്തായാലും ഓരോ മനുഷ്യന്മാർ. മുന്തിരിയാണ് ഈ കാണുന്നത്. ചെറിയ പച്ചമുന്തിരി ആയിരിക്കും മിക്കവാറും. അത് പൂച്ച ഉണ്ടോ, പൂച്ച. ഇത് റൊട്ടി ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ബെന്ന് റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇത് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. താങ്ക് യു. ഓക്കെ റൊട്ടി ബ്രെഡ്. ഓക്കെ ട്രാൻസ്ലേഷൻ എടുക്കട്ടെ. യു ആർ മേക്കിംഗ് ബ്രെഡ് ഓൺ ദിസ്. ഓക്കെ ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഓക്കെ അയാൾ കാണിച്ചു തരുന്നുണ്ടോ. ഓക്കെ യു ഗിവ് ഫുഡ് ഫോർ ആനിമൽ ഹിയർ. ഓക്കെ എല്ലാം കാണിച്ചു തരുന്നുണ്ടോ. സാധു പച്ച മനുഷ്യനാണ്. ഓക്കെ ഫുഡ്. ഓക്കെ ഇത് ഉള്ളി
വെളുത്തുള്ളി, ഇതൊക്കെ ദീസ് ഓൾ യു മേക്ക് ഇൻ യുവർ ഹോം. ദീസ് ഓൾ ഓക്കെ. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മളൊരു ബീഹാർ ബംഗാളിലൊക്കെ തന്നെ. പക്ഷേ ഇതുണ്ടോ ഓപ്പണുള്ള സ്ഥലം, കൃഷി, വെജിറ്റബിൾ. ഓക്കെ ഓക്കെ. എന്ത് നല്ല മനുഷ്യനല്ലേ, സുബ്ഹാനല്ലാഹ്. വാവ് സൂപ്പർ. റഹ്മത്ത് ചെമ്മരിയാളാണ്. ഓക്കെ. വാവ് മാഷാ അല്ലാ ബിറഹ്മത്തിക്കില്ല. ആ കോഴിയുണ്ട് കേട്ടോ, ചെമ്മരിയാടുണ്ട്, കോഴിയുണ്ട്. ഇതാ ഇവിടുത്തെ കോഴി. വാവ്. ആ ഇതൊന്ന് ചോദിച്ചോക്കെ എങ്ങനെയുണ്ട് പറിച്ച്. ബെറി പറിച്ച് തരുന്നുണ്ട്. സാധു പച്ച സാധുവാണ്. മാഷാ അല്ലാ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ശുക്രൻ. റഹ്മത്ത് ലൈവ് ബെറി. ഓ ഓ ഓ ആട് ഓക്കെ ഓക്കെ. മൂന്ന് ഐറ്റംസ് ആണല്ലോ. ആ ഇതിൻ്റെ കുട്ടികളാണെന്ന് പറയണല്ലേ. ചിൽഡ്രൻ. ഓക്കെ. വാവ് സൂപ്പർ. ആ കോഴിക്കുട്ടികൾ ഇതുണ്ടോ, ചെറിയ കോഴിക്കുട്ടികൾ. ഇതൊരു കോഴിക്കൂടാണ്. അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ആട്, പശു, കോഴി, ചെമ്മരിയാട് എല്ലാം ഉണ്ട്. മാഷാ അല്ലാ. ഈ മുന്തിരിയാണ് പൊളി. അൽഹംദുലില്ലാ. बहुत शुक्रिया റഹ്മത്ത്. ഓക്കെ ഓക്കെ. ഓഹോ, ഞാൻ പോകാമെന്ന് കരുതി, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണ്ട്. ചെന്നോക്കട്ടെ. ശുക്രാൻ. ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിനാന്ന് തോന്നുന്നുട്ടോ, നല്ല തണുപ്പുണ്ട്. ദിസ് ഈസ് യുവർ ഡൈനിങ് ഹാൾ. ഓക്കെ. ഇതുണ്ടോ റിസപ്ഷൻ ഏരിയ എന്ന് തോന്നുന്നു. ബഹുത് ശുക്രിയ. അത് അതിനകത്തിടാം. ഇത് നമ്മൾ കണ്ടാൽ ബെറിയാണ്, നല്ല രസമുള്ള പറയുക. അതൊരു ഫ്രിഡ്ജിൻ്റെ അകത്ത് പറിച്ച് വെച്ചാണ്. എനിക്ക് തരികയാണ്. മാഷാ അല്ലാ. ശുക്രൻ ഹബീബി. ഇൻഷാ അല്ലാ. ഗ്രാമത്തിൽ പോയിട്ട് ഓരോന്ന് പുറത്ത് കൊണ്ടുപോവുക. ഇതുവരെ ഗേറ്റാണ്, ഇങ്ങനെ പ്രധാന ഗേറ്റ് ഉണ്ടോ, ഇങ്ങനെ ഗേറ്റിലൂടെയാണ് അവരകത്തേക്കും പുറത്തേക്കും എടുക്കുക. ശുക്രൻ. റഹ്മത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്മി ആലിം. ഓക്കെ. സഹദ്. ഓക്കെ. ഫോൺ നമ്പർ ആ വാട്സപ്പില്ല, ഈള് ഉപയോഗിക്കുന്ന ഫോണാണ്. ഓക്കെ ശുക്രൻ. സി യു ഇൻഷാ അല്ലാ. അല്ലാ പാവ മനുഷ്യണ്ടോ. ഞാൻ പോട്ടെ, നീ പിന്നാലെ വരുന്നുണ്ടോ, യാത്ര അയക്കാൻ വരികയാണ്. ബൈ റഹ്മത്ത്. അസ്സലാമു അലൈക്കും. അല്ലാ, അങ്ങനെ ഒരു നല്ല മനുഷ്യനെ കണ്ട്. നല്ല മനുഷ്യല്ല, ഏകദേശം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഇവിടെ. സാധുക്കളാണ് കേട്ടോ. അയാൾ ജോലിക്കും ഉണ്ട്, അയാളെ ഭാര്യ ജോലിക്കും ഉണ്ട്, അയാളെ മക്കൾ ജോലിക്കും ഉണ്ട്, എല്ലാവരും ജോലിക്കും പോകണം. അപ്പോൾ അതുകൊണ്ട് വീട്ടിലാരും ഇല്ല. അയാളെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോഴാണ് എന്നെ കണ്ടത്. അപ്പോൾ എന്താ പറയുക, ഓരോരോ ഭാഗ്യം. നമ്മൾ യാത്രയിൽ ആഗ്രഹിച്ചത് നടക്കും, പക്ഷെ നമ്മളതിനൊരു ചെറിയ റിസ്ക് എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ആ ട്രെയിനിൽ വരുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഈ വില്ലേജ് ഒന്ന് കണ്ടെങ്കിൽ, ഉള്ളിലൊന്ന് പോയെങ്കിൽ നമുക്കിങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ ആരും ഒരു കണക്ഷൻ കിട്ടണില്ല. ഇവിടെ ഒന്നും കൗച്ച് സർഫിങ് ഉപയോഗിക്കുന്നില്ല ഉള്ള ഏരിയയിലൊന്നും. അപ്പോൾ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് കിട്ടിയെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഒരാളെ കിട്ടി. മുന്തിരി കണ്ടു, സാധനങ്ങളൊക്കെ കിട്ടി. ഇത് വരുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഒന്ന് കിട്ടിയെങ്കിൽ. പക്ഷേ ഇതിങ്ങനെ പബ്ലിക് ആയതുകൊണ്ട് ഇപ്പോൾ പറിച്ച് തിന്നാൻ പേടി, ഹലാലാകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പറിക്കാമെന്ന്. അപ്പോൾ അയാൾ തന്നെ രണ്ടും തന്നു. അൽഹംദുലില്ലാ. ഇത് ആപ്പിൾ പോലെ സാധനമാണ്. ഇതാണ് നേരത്തെ ആ താത്ത എനിക്ക് തന്നത്. എന്തൊരു മധുരമാണെന്നത്. ഒരു സാധനം നല്ല മധുരമായി കയറും. കണ്ടോ, നല്ല മധുരമായി കയറും. ഇവിടെ വരുന്ന കഴിക്കണ്ട, അങ്ങനെ മരത്തിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള സ്ഥലം. കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. ഈ ഇരിപ്പിടത്തിൻ്റെ പ്രത്യേകത എന്താണോ, ഇവിടെ ഇരുന്ന ആളെ കഴിക്കാനുള്ള സാധനം ഇവിടെ നിന്ന് ചാടും. ഇത് കണ്ടോ, ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടംപോലെ ഇതിമുണ്ട്. ആപ്പിളിൻ്റെ അടിയിലൊക്കെ നമുക്ക് പിന്നെ കിട്ടിയുള്ളതുകൊണ്ട് വേറെ വേണ്ട. ഇതാണ് അവിടെ അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ആ പോണെന്നാണ് ഹൈവേൻ്റെ സൈഡിലായിട്ടാണിത്. ഏതോ ഒരു നാട്ടിൽ ഒറ്റക്ക് ഇങ്ങനെ ദർവേഷുകളുടെ ഭക്ഷണം ഇങ്ങനെയൊക്കെ തന്നെ. ആളുകൾ കൊടുക്കുക, തിന്നുക, കിട്ടുന്നിടത്ത് താമസിക്കുക,
നമ്മളെ തവക്കുലിൻ്റെ പവറിനനുസരിച്ച് നമുക്കും കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ ഇന്നലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നക്ഷബന്ദി ഇമാമിൻ്റെ ഉസ്താദിൻ്റെ ഖബർ ഇവിടെയാണ്. അത് ഓപ്പോസിറ്റ് ആ റോഡ് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ റോഡിലൂടെയാണ് നമ്മളിങ്ങനെ പോയി വന്നതൊക്കെ. കണ്ടത് ഇവിടെ ആക്റ്റീവാണ്, പിന്നില്ല. പിന്നെ ഈ ഇങ്ങോട്ട് കുറച്ച് വന്നാൽ ഇതിനകത്ത് കുറച്ച് ഇതുവരെ ഉണ്ട്. ഒക്കെ ഇതുവരെ ഉള്ളൂ, കണ്ടില്ലേ? കുറഞ്ഞ ഏരിയ മാത്രമേ ജനവാസമുള്ള ഈ ഏരിയയിൽ. പിന്നെ അങ്ങോട്ട് ബുഖാറ ടൗണിലൊക്കെയാണുള്ളത്. ഇത് ഖാഗോൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ശരിക്കും ബുഖാരി ഇമാമ് ജനിച്ച വില്ലേജ് ഉള്ളത്. ആ ജില്ലയിലാണ്, ബുഖാറയിൽ ആ ജില്ലയിലാണ് ബുഖാരി ഇമാമൻ ജനിച്ചത്. ഇതേ ഇവിടെ എല്ലാം മുന്തിരി കായ്ച്ച് നിൽക്കുന്ന കേട്ടോ റോഡ് സൈഡിൽ. ഇതൊരു വീടിൻ്റെ മുൻഭാഗമാണ്. ഇതാണ്ടോ, ഇതൊക്കെ മുന്തിരിയാ. എത്ര സ്ഥലത്തല്ലേ മുന്തിരി. ഇതൊക്കെ മുന്തിരിയാ. ഇതുണ്ടോ വെള്ളം കെട്ടിയിരുത്തിന്. ഇതെന്തോ ശുദ്ധീകരിക്കാനുള്ള പരിപാടി ഉണ്ടോ? നടുവിൽ കല്ലൊക്കെ ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വരുന്ന വെള്ളമാണാവോ? ഇറ്റ് മീൻസ് സഫിയ. ഓക്കെ, നോ ഹിന്ദുസ്ഥാൻ. ഖുർആൻ. കുട്ടി എപ്പോഴും ഖുർആൻ ഓതി കൊണ്ടോട്ടോ. ഞാൻ നേരത്തെ വന്നപ്പോഴും ഉണ്ട് ഖുർആൻ ഓതണേ. ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര പക്വതയുള്ള മാതിരി തോന്നും കേട്ടോ. ഞാനങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ഇനി നമ്മളിവിടെയൊക്കെ സിയാറത്ത് ചെയ്ത വീഡിയോ ഒക്കെ കണ്ടില്ലേ. കാർ ബുക്ക് ചെയ്തു. ഇനി നേരെ റൂമിലേക്കാണ്. നല്ല ചൂടടിക്കുന്നുണ്ട്. ഫ്രഷായിട്ട് നിസ്കാരമൊക്കെ കഴിക്കണം. ഇവിടെ നിന്ന് വെയിലറിയിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഞാനങ്ങനെ തിരിച്ച് റൂമിൻ്റെ അടുത്തെത്തി. പിന്നെ അടച്ചു പോയാ. ഓക്കെ, അപ്പോൾ അത് വൈകുന്നേരം 4:20 സമയം. ഇവിടുത്തെ വെയിലുണ്ടല്ലേ. അപ്പോൾ നമ്മളിനി സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകണേ. റൂമിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഉഷാറായി പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ഗല്ലിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചെറിയ ഇടുങ്ങിയ റോഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഡോം ട്രേഡിൻ്റെ അടിയിൽ എത്തി. ഇവിടുന്ന് കുറച്ചുകൂടി പോകണം. ഒരു 350 മീറ്റർ പോകണം. അപ്പോൾ ഇങ്ങനെ ഒരു ATM കൗണ്ടർ കാണുന്നുണ്ട്. ക്യാഷ് കിട്ടുമോ നോക്കാം. രാവിലെ നോക്കിയിട്ട് കിട്ടിയില്ല. അല്ലോ, നല്ല AC ഉണ്ട്. അല്ലോ, ക്യാഷ് കിട്ടി. 2 ലക്ഷം സോമാണ് ഞാൻ എടുത്തത്. അതായത് നാട്ടിലൊരു 1300 സംതിങ് എത്ര ഉണ്ടാവും. അതിനെനിക്ക് ചാർജ് വന്നത് 3000 സോമ്. നാട്ടിലൊരു 20 ഉണ്ടാവില്ല, 19 സംതിങ്. അങ്ങനെ ഞാൻ ആ പള്ളിൻ്റെ അടുത്തെത്തി. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെതായ ഒരുക്കങ്ങളിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. കല്യാൺ മോസ്ക്. ഏതാ കല്യാൺ മോസ്ക്? അതാ തോന്നുന്നത്. എന്തോ ഒരു പരിപാടി നടക്കാറുണ്ട്. അതിൻ്റെ സെറ്റപ്പുകളാണ്. മസ്ജിദ് കല്യാൺ 1514. സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ പ്രൊട്ടക്റ്റഡ് ആണ് ഈ മസ്ജിദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി കവാടത്തിലൂടെ പോയി നോക്കാം. വാവ്, എന്താണ് സെറ്റപ്പ്. ടിക്കറ്റ് ഉണ്ടാക്കണ്ടോളെന്ന് ഉണ്ടാക്കണമുണ്ട്. 15,000 ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ കവാടം കടന്നാലും വിശാലമായ ഒരു ഗ്രൗണ്ടാണ് കാണാൻ കഴിയുക. ഇത് അന്നത്തെ ജുമാ നിസ്കരിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പള്ളിയാണ്. ഇന്നിപ്പം നിസ്കാരമൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ചിലപ്പം പ്രഭാഷണം നടത്താനോ മറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള സ്ഥലമായിരിക്കാം. പിന്നെ നടുവിലൊരു സ്ഥലമുണ്ട്. മെഹ്റാബ്. ഇതിന് പിന്നിൽ ഉള്ള ഈ ഒരു കവാടം കടന്ന് പോകുമ്പോഴാണ് പള്ളിയുടെ പ്രധാന ഭാഗം മിഹ്റാബും മിമ്പറും ഒക്കെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ആളുകൾ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിപ്പം ചെരുപ്പിട്ടൊക്കെ പോകുന്നൊരു സ്ഥലമായിട്ടാണ് ഉള്ളത്. പള്ളിയുടെ ഭാഗമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതാ ഈ ഒരു മാത്രമായിട്ടാണ്. ഇവിടെ കാർപ്പറ്റ് ഉണ്ട് ആവശ്യമുള്ള സമയത്ത് വിരിക്കാനുള്ള. പിന്നെ ഉള്ളിലേക്ക് വേറെ വലിയ പള്ളി ഉണ്ടല്ലേ, അതാണ്. അപ്പോൾ ഇതാണ് അന്നത്തെ മിഹ്റാബും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം, പഴയ ഭാഗം. ഇവിടെതാണ് പള്ളിയായിട്ട് നിസ്കരിക്കുന്ന സ്ഥലമായിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഈ പള്ളി പല കാലഘട്ടങ്ങളിലായിട്ട് നിർമ്മിച്ച പള്ളിയാണ്. മീൻസ് ഈ പള്ളി ഒരുപാട് മുന്നേ ഉണ്ട്. പിന്നെ തൈമൂറിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അത് പൊളിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷമുള്ള ഷൈനാബിദ് ഡൈനാസ്റ്റിയുടെ കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാലഘട്ടങ്ങളിലായി നിർമ്മിച്ച് നിൽക്കുന്ന പള്ളിയാണിത്. ഈ സ്ഥലം പഴയ സ്ഥലം തന്നെയാണ് പള്ളീൻ്റെ. ഇതിനപ്പുറത്ത് ഞാൻ കാണുന്ന വലിയൊരു മദ്രസയാണ്. ഈ കാണുന്നൊരു മിനാരം കണ്ടോ, വലിയ മിനാരാണ്. ഇതാണ് ബുഖാറയിലെ നിർമ്മാണങ്ങൾ. ഇവിടെ വിദേശികളൊക്കെ വരുമ്പോൾ ഉണ്ടോ ഇങ്ങനെ ട്രൗസർ കൊടുക്കുന്നുണ്ട്. അവരത്തും അറിയാതെ വരുന്ന ഡ്രസ്സ് വരുന്നല്ലേ. പിന്നെ ഇവിടുന്ന് എന്തോ വാങ്ങിയിട്ട് ശീലിട്ടിട്ട് ധരിച്ചിട്ട് കയറലാണ്. ഇവിടെ കണ്ടോ വലിയൊരു മിനാരം കണ്ടോ, ടോളസ്റ്റ് ഈ മിനാരുണ്ട് ഇവിടെ അതിൻ്റെ പുറത്തായിട്ട്. ഇവിടെ തന്നെ ഒരു മീർ അറബ് മദ്രസ ഉണ്ട്. ഇത് കണ്ടോ, മീർ അറബ് മദ്രസ. ആ പള്ളിയുടെ അതാണ് പള്ളി. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മദ്രസ ഉള്ളത്. ഇതിനകത്തേക്കൊന്ന് പോയി നോക്കാം. അന്നത്തെ മദ്രസ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരിക്കും. ഇതിനകത്തേക്ക് ഇത്ര പ്രവേശനമുള്ളൂ, ഫുള്ള് പ്രവേശനമല്ല. ഓക്കെ, ഇവിടെയുള്ള എഴുതിയൊക്കെ ഇവരെ ഭാഷയിലായതുകൊണ്ട് നമുക്ക് നല്ലോണം തിരിയും ചെയ്യും. നമുക്ക് ആരൊക്കെ കുറിച്ച് എഴുതിയൊക്കെ ചെയ്തിന്.
അതുപോലെ ഭാഷയിലാണ്ട് നമുക്കെല്ലാം തിരിയാലോ. അപ്പം ഇതാണ് അറായി മദ്രസയുടെ അകത്തെ കാഴ്ച. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം പഠനമുള്ള സമയമായതുകൊണ്ടായിരിക്കും പ്രവേശനമില്ലാത്തത്, അല്ലെങ്കിൽ പ്രവേശനം ഉണ്ടാവുകയായിരിക്കാം. അപ്പോൾ ബ്ലോക്കാണ്, സന്ദർശകർക്ക് ഇങ്ങനെ കാണാനേ കഴിയുള്ളൂ. ഇതിനുള്ളിൽ ആളുകളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ പഠനം അതൊക്കെ ഉണ്ടാവുക ഈ കാരം, അതുകൊണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. മീർ അറബ് സയ്യിദ് അബ്ദുള്ള യമാനി യമനിൽ ജനിച്ച ആളാണ്. 22 വർഷം അദ്ദേഹത്തിൻ്റെ രാജപദവി ഒഴിവാക്കിയിട്ട് സമർക്കന്ദിലേക്ക് വന്നു. നക്ഷബന്ദിയ ഖോജയുടെ ആങ്കോർ വാലി എന്നവരുടെ ശിഷ്യനാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അദ്ദേഹം വലിയ പദവി നേടി. അതുപോലെ തന്നെ സയൻസിലും എഡ്യൂക്കേഷനിലും അദ്ദേഹം വിദ്യാഭ്യാസം നേടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ മരണത്തിന് ശേഷം എമീർ ഓഫ് ബുഖാര ഉബൈദുള്ള എന്നിവരെ കണ്ടുമുട്ടി. ആ സമയത്ത് തന്നെ ബുഖാറയിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു മീർ അറബി എന്ന ആൾ. അങ്ങനെ ആ രാജാവ് സ്ഥലം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ചരിത്രം ഇതിൽ ഉണ്ട്. വേണ്ടവർക്കൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പം ഇവിടെ ഇപ്പോഴും ക്ലാസ് നടക്കുന്നതുകൊണ്ടാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത്. ഇവിടെ എന്തോ ഒന്ന് കുഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, പഴയ കാലത്ത് എന്തോ ആണെന്ന് തോന്നുന്നത്. അങ്ങോട്ടൊക്കെ നല്ല ഗർത്തത്തിൽ കുഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ സംഗതികളുണ്ട്, അതിന് വേണ്ടി പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് കണ്ടോ, ഇങ്ങനെ കുഴിച്ചെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചരിത്രമുള്ള സ്ഥലമായിരിക്കും. പിന്നെ അത് കണ്ടത് എന്തൊരു കോട്ട പോലെ ഉണ്ട്. ഇതാണ് നമ്മൾ കണ്ട പള്ളി. നമ്മൾ കണ്ട പള്ളീൻ്റെ പിൻഭാഗമാണിത്. ഈ കാണുന്നത് ഇവിടുത്തെ വലിയൊരു കോട്ടയാണ് കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഒരു കോട്ടയാണ്, പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരു കോട്ടയാണ് ഈ കാണുന്നത്. നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോവാം. നമ്മളൊന്ന് രാവിലെ അവിടെ വില്ലേജിൽ കണ്ടില്ല, അതിൻ്റെ വലുതാണ്. ഇവിടുത്തെ തക്കാളി ഉണ്ടോ. അപ്പോൾ ഇവിടുത്തെ നാഷണൽ ഫുഡാണ് ഈ പുലാവ് എന്നുള്ളത്. അതൊന്ന് കഴിച്ചോക്കാം. ഇതാണ് ഇവിടുത്തെ നാഷണൽ ഫുഡ്. എന്നോട് ഒരുപാട് ആൾക്കാർ കഴിക്കാൻ പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ കാണുമ്പം ഇവിടുത്തെ പുലാവ് കഴിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കട്ടോ. ഇതാണ് പുലാവ്. ഇത് റൈസാണ്, ഇത് മുന്തിരി, ഇത് ക്യാരറ്റ്, ഇത് ബീഫ്. അങ്ങനെയാണ് ഈ ഒരു ഭക്ഷണം ഉള്ളത്. ഞാൻ തിരിച്ചങ്ങനെ റൂമിലേക്ക് പോവാണ് ഭക്ഷണം കഴിച്ച്. Hindistan only vada. In English, India Hindi. We are speaking Hindi. 57 graduslar issiqlik deyirlər Hindistan'da. Degree is called heat. Yeah. Na Uzbek kimlərdə sıkıntı var? ഇന്ത്യയിൽ ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത്. Hindistan'ı su bosubdu deyirlər. Qor yoğubdu deyirlər. India was flooded and burned. No. Televizor показывают. ന്യൂസിൽ ഉണ്ടാവില്ലേ? Some parts of India. Я такое не могу читать. Ты madəbə xondamətədin o zaman siz arpa? Hindistan'da qor yoqqanını görsətdi yaxında. Showed that snowed in the India recently. No. ഭയങ്കര സ്നോ ഉണ്ടായിരുന്നു. ചൂടുണ്ട് ഇപ്പോൾ. It is too hot in India now. İna xondana میتونم arpa. من راسیسکی میتونم خوندا. Russia. Hindustan'da Hozir Juda isik. It is too hot now. Very hot. Raj Kapoor. രാജ് കപൂറിനെ കഴിച്ചു. Çubuk Hindistanski, ince bu çubuk Hindistanski. Hala bir gümle konu. İnce bio. അല്ല, എന്തൊക്കെയാ പറയണേ, കുറേയൊക്കെ മനസ്സിലായി, കുറച്ച് മനസ്സിലായി. പക്ഷെ ഇവിടെ ഹിന്ദുസ്ഥാനിൽ ഭയങ്കര മഴയാണ്, മഞ്ഞാണെന്നൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ടെന്നാണ് പറയണത്. ഇപ്പം ഭയങ്കര ചൂടാണ്. ഞാൻ ഡൽഹിയിലൊക്കെ നിന്നുണ്ടോ, എൻ്റെ റബ്ബേ, ബോഡിയാകെ ഹീറ്റായി പോയി ഡൽഹിയിലൊക്കെ. ബീഹാറിലൊക്കെ ഭയങ്കര ചൂടാ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.